ഹലോ നമസ്കാരം. ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. എങ്ങനെയെങ്കിലും ശ്രുതിയുടെ വായിൽ നിന്ന് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ടാണ് സച്ചിൻ രേവതി മാക്സിമം ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ന് പരമാവധി ആ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് സച്ചിക്ക് രേവതിക്ക് സാധിച്ചു. എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും രാവിലെ തന്നെ ശ്രുതിയും കൂടി ചേർന്നിട്ട് ചന്ദ്രമതി പറഞ്ഞതുപോലെ തന്നെ ശ്രുതി കുളിച്ചു റെഡിയായി വന്നു. എന്നിട്ട് ബാക്കി പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ബലികർമ്മങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബലികർമ്മങ്ങൾ ചെയ്ത് ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു 13 ദിവസത്തേക്കാണ് ഈ ഒരു ബലികർമ്മം ചെയ്യാനായിട്ട് ചന്ദ്ര വിചാരിച്ചിരുന്നത്. ഇതിനിടയിൽ സച്ചി ഓരോന്ന് പറഞ്ഞ് തിരുമേനിയെ കൊണ്ടും പറയിപ്പിച്ചു. 41 ദിവസം ബലികർമ്മം ചെയ്താൽ മാത്രമേ ശ്രുതിയുടെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ പേടിപ്പിച്ചപ്പോൾ ശ്രുതിയെ കൊണ്ട് 41 ദിവസത്തെ ബലികർമ്മം ചെയ്യിപ്പിക്കാമെന്ന് ചന്ദ്രൻ തീരുമാനിച്ചു. പക്ഷേ ഇതിനിടയിൽ എങ്ങനെയെങ്കിലും ഇനി കുറച്ചുകൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചന്ദ്രമതിയെ ഇളക്കി എങ്ങനെയെങ്കിലും ഈ ഒരു ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് സച്ചി തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് ശ്രുതിയെ വിളിച്ചു വരുത്തുകയും ശ്രുതിയോട് ബലികർമ്മം ചെയ്തില്ലേ, അപ്പോൾ ആ കാക്ക ചോറ് കാക്ക തിന്നു എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ബലികർമ്മങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം ചന്ദ്രമതിയും രവീന്ദ്രനും ഇരിക്കുന്ന സമയത്ത് ശ്രുതിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് ആത്മാവിന് കൊടുത്ത ചോറ് കാക്ക തിന്നു എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിൻ രേവതി അവിടേക്ക് വന്നത് വെറുതെ ഒന്നുമല്ല, ശ്രുതിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോയുണ്ട്, അതുപോലെ തന്നെ രേവതിയുടെ വീട്ടിൽ രേവതിയുടെ അച്ഛൻ്റെ ഫോട്ടോയും ഉണ്ട്. പക്ഷേ ശ്രുതിയുടെ അച്ഛൻ്റെ ഫോട്ടോ ഇതുവരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നതുമില്ല. അപ്പോൾ നീ എന്താ ആളെ കളിയാക്കുവാണോ, അതായത് ഇത് മാക്സിമം സത്യങ്ങൾ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുകയാണോ, എന്തൊക്കെയോ ദുരൂഹതകളുണ്ടല്ലോ എന്നൊക്കെ ശ്രുതി കേൾക്കെ സച്ചി പറഞ്ഞു. എന്നിട്ട് ശ്രുതിയുടെ അച്ഛൻ്റെ ഫോട്ടോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്കും അത് തോന്നി. അതെ, ശരിയാണല്ലോ, ഫോട്ടോയൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ശ്രുതിയുടെ അച്ഛൻ്റെ ആ ഒരു ബലികർമ്മങ്ങൾ പൂർത്തിയാക്കുന്ന ദിവസം ചിതാഭസ്മം ഒഴുക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പണി കിട്ടും, ശ്രുതിക്കും അത് ഒരു തിരിച്ചടിയാവും, ചന്ദ്രമതിക്ക് ഒരു വലിയൊരു ദോഷമായി മാറും എന്നൊക്കെ സച്ചി പറഞ്ഞു. മാത്രമല്ല രേവതി തൻ്റെ ഒരു പൂ കൊടുക്കുന്ന ചേച്ചിക്ക് ഉണ്ടായ അനുഭവം രേവതി ഇങ്ങനെ പറയുകയാണ്. ആ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു, അതായത് ആ ചേച്ചിയുടെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചതിന് ശേഷം ബലികർമ്മങ്ങളൊന്നും തന്നെ ചെയ്യാത്തത് കൊണ്ട് ആ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കാലൊടിയുകയും അമ്മായിയമ്മ കിടപ്പിലാവുകയും ആ ചേച്ചിക്ക് തന്നെ അസുഖം ബാധിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇത് നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്കും ശ്രുതിക്കും നല്ല പേടി. ഈ ഒരു പ്രശ്നം കാരണം തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി കാരണം ശ്രുതിയെ കൊണ്ട് ചിതാഭസ്മം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് ചന്ദ്രമതി പറയുകയും ചെയ്തു, എത്രയും പെട്ടെന്ന് ആ ചിതാഭസ്മം ഇവിടെ എത്തിക്കാൻ നോക്കണം, എന്നിട്ട് പൂജാകർമ്മങ്ങൾ പൂർത്തിയാക്കണമെന്ന് ചന്ദ്രമതി പറഞ്ഞു. പക്ഷേ ഇതിനിടയിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് സച്ചി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചന്ദ്രമതി അത് കേൾക്കും. അതായത് സച്ചി എന്ത് പറഞ്ഞാലും ചന്ദ്രമതി അതിനെ തലയാട്ടുകയും ശ്രുതിയോട് അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം സച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്ര സംസാരിച്ചു. ശ്രുതി മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. ചിതാഭസ്മവും പിന്നെ ഫോട്ടോയും, അച്ഛൻ്റെ ഒരു ഫോട്ടോയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ ശ്രുതിയുടെ രണ്ടാനമ്മയെ വിളിച്ച് സംസാരിക്കാനായിട്ടാണ് പറഞ്ഞത്. പക്ഷേ രണ്ടാനമ്മയുമായിട്ട് താൻ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ സച്ചിൻ രേവതിയും പറയാണ്, ശരി നിന്റെ ഇളയച്ചനെ വിളിച്ചിട്ട് ഇളയച്ചനോട് ചോദിക്കുക, അപ്പോൾ ഫോട്ടോ കിട്ടുമല്ലോ. പക്ഷെ ശ്രുതിക്കല്ലേ അറിയാവൂ, തനിക്കങ്ങനെ ഒരു ഇളയച്ചനേ ഇല്ല, അതൊരു ബീരാനാണ്, അതും ഇറച്ചിവിട്ടുകാരനാണ് എന്നുള്ള സത്യം. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ശരി ഞാൻ വിളിക്കാം എന്നായി. പക്ഷേ വീഡിയോ കോൾ തന്നെ വിളിക്കണമെന്ന് സച്ചി പറഞ്ഞു. അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ട് സംസാരിക്കാമല്ലോ എന്നായി. അപ്പോൾ വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞാൽ ശ്രുതിയുടെ പേടി, വീഡിയോ കോൾ വിളിക്കുന്ന സമയത്ത് ഇയാൾ ഇറച്ചി വെട്ടുകയെങ്ങാനും ചെയ്യുവാണെങ്കിൽ അത് പണിയാകും. എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം ശ്രുതി ചന്ദ്രയുടെ നിർബന്ധപ്രകാരം വീഡിയോ കോൾ വിളിച്ചു. സച്ചിൻ രേവതി ഇങ്ങനെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് ബീരാനെ, അതായത് ശ്രുതിയുടെ ഇളയച്ചനെ ഏത് നിലയിൽ കാണുമെന്ന്. അയാൾ യഥാർത്ഥത്തിൽ സത്യമാണോ അതോ അയാൾ ഒരു ഡമ്മിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്
അപ്പോൾ ശ്രുതിയുടെ കോൾ ആദ്യം വന്നപ്പോൾ ബീരാൻ എടുത്തില്ല, രണ്ടാമതും വന്നപ്പോൾ ബീരാന് തോന്നി അതും വീഡിയോ കോൾ വിളിക്കുന്നത് കണ്ടപ്പോൾ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൾ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പണിയാകും. മാത്രമല്ല ശ്രുതിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ഈ കോലത്തിൽ കണ്ടാൽ പണിയാകുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ തലയൊക്കെ ചീവിയിട്ട് ഒരു കണ്ണാടിയൊക്കെ എടുത്തു വെച്ച് പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്തു, സംസാരിക്കുന്നതിനിടയിൽ അതൊരു ഇറച്ചിക്കടയിലാണല്ലോ താൻ നിൽക്കുന്നത്, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇറച്ചി വാങ്ങാൻ വന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു പുറകിലെ ആ ഒരു ഇറച്ചിക്കടയുടെ ആ ഒരു ഫോട്ടോ, ആ ഒരു വീഡിയോ കണ്ടപ്പോൾ രേവതിക്ക് നല്ല സംശയം, താൻ ഇതെവിടെയോ കണ്ടിട്ടുണ്ട്. അവസാനം രേവതി പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഇറച്ചിക്കടയാണെന്നും ഞാൻ അവിടെ പോകാറുണ്ടെന്നും ഞാൻ അവിടെ ഇറച്ചിക്കടയിൽ കുറേ വട്ടം പോയിട്ടുണ്ട്, ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇറച്ചി വാങ്ങിച്ചതെന്നും പറഞ്ഞു. അപ്പോൾ രേവതി തറപ്പിച്ചു പറയുന്നു ഇത് ഇവിടെ ഉള്ളതാണെന്ന്. പക്ഷേ ശ്രുതിയും ഇളയച്ചനും ഒക്കെ പറയുന്നത് ശ്രുതിയുടെ ഇളയച്ചൻ മംഗലാപുരത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ശരിയാവും എന്ന് അവരും. ഇപ്പോൾ രേവതിക്ക് സച്ചിക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. ഒരു വിധത്തിലാണ് സംസാരിച്ച് തടി തപ്പിയതെങ്കിൽ പോലും ശ്രുതിക്ക് ഉറപ്പായി താൻ പെട്ട് കഴിഞ്ഞു, ഏകദേശം താൻ പെടാൻ പോവുകയാണ്. കാരണം ഓരോ ദിവസവും ഓരോരോ പണി തനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ശ്രുതിക്കും മനസ്സിലായി. പക്ഷെ രേവതിക്കും സച്ചിക്കും ഇതോടുകൂടി ഒരു കാര്യം പിടികിട്ടി, ഇത് ഇവിടെയുള്ള ഇറച്ചിക്കടയാണെന്നുണ്ടെങ്കിൽ അയാളെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് സച്ചിൻ രേവതി ഉറപ്പിച്ചു. എന്തായാലും ശ്രുതിയുടെ അച്ഛൻ്റെ ചിതാഭസ്മവും ഫോട്ടോയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം അവിടെ തുടങ്ങുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഒരു ഫോട്ടോ കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. ആ ഫോട്ടോ വെച്ച് സച്ചിക്ക് രേവതിക്ക് ഒരു പക്ഷേ സത്യം പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല ഈ ഇറച്ചിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ബീരാനെ കണ്ടുപിടിക്കാനും സാധിക്കും. ഇനി അവർ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഈ ഒരു കുരുക്കിൽ നിന്നും ശ്രുതി എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് കണ്ടറിയാം. അതുവരേക്കും ബൈ.